ഓം ശാന്തി 19/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത ബാബയോടൊപ്പം വിശ്വസ്തരായിരിക്കൂ, എങ്കിൽ പൂർണ്ണ ശക്തി ലഭിക്കും. മായയുടെ മേൽ ജയം പ്രാപ്തമായിക്കൊണ്ടിരിക്കും. ലോകത്തിലെ എത്ര വലിയവരാകട്ടെ, എത്ര സാധാരണ മനുഷ്യരാകട്ടെ, അവർക്ക് ഒരു കർത്തവ്യം ചെയ്തു തീർക്കാനുണ്ട്. അവർക്ക് സഹായം വേണമെങ്കിൽ ആരാണോ അവരോട് വിശ്വസ്തരായിട്ടുള്ളത് അവരെയാണ് അവർ വിളിക്കുന്നത്. അതൊരു കമ്പനിയാകട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ആകട്ടെ, പഠിത്തമാകട്ടെ, എന്തു തന്നെ ആയാലും. ഇവിടെ പരിധിയില്ലാത്ത ബാബ വിശ്വപരിവർത്തനത്തിൻ്റെ കർത്തവ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്ക് തീർച്ചയായും സഹയോഗം ആവശ്യമുണ്ട്. ബാബ തന്നോട് വിശ്വസ്തരായിരിക്കുന്ന കുട്ടികളുടെ സഹയോഗമാണ് എടുക്കുന്നത്. തന്നോട് വിശ്വസ്തമായിട്ടുള്ള കുട്ടികൾക്ക് ബാബ പൂർണ്ണ ശക്തിയും നൽകുന്നു. പൂർണ്ണ ശക്തി എന്നാൽ അവർക്ക് സ്വരാജ്യ അധികാരി ആകുന്നതിനുള്ള ശക്തിയാണ്. എത്ര നാം സ്വരാജ്യ അധികാരിയാകുന്നുവോ, അതിനർത്ഥം തൻ്റെ തന്നെ മനസ്സിനെ ജയിച്ചവരാകുന്നുവോ, അത്രയും നാം മായയെ ജയിക്കുകയാണ്. ഇങ്ങനെ ആരാണോ മായയെ ജയിക്കുന്നത് അവരാണ് ലോകത്തിനെ തന്നെയും ജയിക്കുന്നത്. അവർക്കാണ് ഭാവിയിലെ വിശ്വരാജ്യാധികാരം ലഭിക്കുന്നത്. അതിനാൽ പരിധിയില്ലാത്ത ബാബയോട് വിശ്വസ്തരായിരിക്കണം. ചോദ്യം: ബാബയുടെ അടുക്കൽ മുഖ്യ അതോറിറ്റി എന്താണ്? അതിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: ബാബയുടെ അടുക്കലുള്ള മുഖ്യ അതോറിറ്റിയാണ് ജ്ഞാനത്തിൻ്റേത്. ജ്ഞാനസാഗരനാണ്. ഇതിനാൽ കുട്ടികൾക്കും പഠിത്തം പഠിപ്പിച്ചു തരുന്നു. തനിക്ക് സമാനം നോളജ് ഫുൾ ആക്കുന്നു. നിങ്ങളുടെ അടുക്കൽ പഠിത്തത്തിൻ്റെ എയിം ഒബ്ജക്റ്റ് ഉണ്ട്. പഠിത്തത്തിലൂടെയാണ് നിങ്ങൾ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നത്. ബാബയ്ക്കുള്ള ഏറ്റവും വലിയ അതോറിറ്റി എന്താണ്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ബാബയെ നമ്മൾ ആത്മാക്കളിൽ നിന്ന് വിഭിന്നമാക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതാണ് ബാബയ്ക്ക് ജ്ഞാനത്തിൻ്റെ അതോറിറ്റി ഉണ്ട്, അറിവ് ഉണ്ട്. എന്തറിവാണുള്ളത്? എല്ലാ ആത്മാക്കളുടെയും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അത് ബാബയ്ക്ക് വ്യക്തമായി അറിയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ ഡ്രാമയിൽ കഴിഞ്ഞതെന്താണ്, ഇപ്പോഴെന്ത് സംഭവിക്കുന്നു, ഇനി എന്ത് സംഭവിക്കും എന്ന അറിവ് ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ബാബ ജനന മരണത്തിൽ വരുന്നില്ല. അത് കാരണം ഒന്നും മറക്കുന്നും ഇല്ല. ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണ് ബാബ ഉയർന്നതിലും ഉയർന്നത് ആകുന്നത്. ബാബ ഈ ജ്ഞാനം തന്നെയാണ് നമ്മൾ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിച്ചു തരുന്നത്. ഇതിലൂടെ നമ്മൾ ബാബയ്ക്ക് സമാനം നോളജ് ഫുൾ ആയി തീരുന്നു. ഈ പഠിത്തം തന്നെയാണ് നമ്മളെ നമ്മളുടെ ഉയർന്ന പദവിയിൽ എത്തിക്കുന്നത്. ഈ പഠിത്തം തന്നെയാണ് നമ്മളുടെ ലക്ഷ്യവും. ദിവസവും പഠിക്കുക. ഈ പഠിത്തത്തിൻ്റെ ആധാരത്തിൽ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. ലോകത്തിലുള്ള ആത്മാക്കൾക്ക് ഈ അറിവ് ഇല്ല. അവരാത്മാവാണെന്നോ, പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്, പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിലൂടെ പരമാത്മാവിൻ്റെ ഡയറക്റ്റ് പാലന എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ വിദ്യാർത്ഥിയാകാൻ സാധിക്കും, ശ്രീമത്ത് ലഭിക്കാൻ സാധിക്കും എന്നത് ലോകത്തിലുള്ളവർക്കറിയില്ല. സൃഷ്ടിയുടെ രഹസ്യം എന്താണ്, ആദിമധ്യ അന്ത്യം എന്താണ് എന്നതും ലോകർക്കറിയില്ല. എന്നാൽ നമ്മൾ കുട്ടികൾക്ക് അത് ബാബ പഠിപ്പിച്ചു തരികയാണ്. അതിനാൽ ബാബ ഓർമ്മിപ്പിക്കുന്നു, പഠിത്തം തന്നെയാണ് ഏറ്റവും ഉയർന്ന പദവിയിലെത്തുന്നതിനുള്ള ആധാരം. ഗീതം: ലോകം മാറട്ടെ, ഞങ്ങൾ മാറില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഭക്ഷണപാനീയങ്ങളുടെ മോശമായ ആഗ്രഹങ്ങൾ വിട്ട് ആത്മാഭിമാനിയായി സേവനം ചെയ്യണം. ഓർമ്മയിലൂടെ ശക്തിയെടുത്ത് നിർഭയവും
അചലവുമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. 2. ആരാണോ പഠിത്തത്തിൽ മികച്ചതും മിടുക്കരുമായി നിൽക്കുന്നത് അവരെ ബഹുമാനിക്കണം. ആര് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുവോ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാനുള്ള യുക്തി രചിക്കണം. എല്ലാവരുടെയും മംഗളം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ആഹാര രീതികളിൽ വളരെ സിമ്പിൾ ആയിരിക്കണം. അത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം തുടങ്ങിയ ആസക്തികളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അവ മാറ്റി ആത്മാഭിമാനിയായി സേവനം ചെയ്യണം. ത്യാഗത്തിലൂടെയും തപസ്സിലൂടെയുമാണ് സേവനത്തിൽ സഫലത ഉണ്ടാകുന്നത്. ബാബയുടെ ഓർമ്മയിലൂടെ ശക്തി ലഭിക്കുന്നു. ഈ ശക്തിയിലൂടെ തൻ്റെ അവസ്ഥ നിർഭയവും ഇളകാത്തതും ആക്കിയെടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ആരാണോ ഈ ജ്ഞാനത്തിൽ മികച്ചവരായി ഉള്ളത്, മിടുക്കരായി ഉള്ളത് അവർക്ക് തീർച്ചയായും ബഹുമാനം കൊടുക്കണം. ഈ ജ്ഞാനത്തിൽ ആർക്ക് വേണമെങ്കിലും മുന്നേറാം. മറ്റുള്ളവർ മുന്നേറുന്നുവെങ്കിൽ അത് കണ്ട് അതിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മളും മുന്നേറണം. അല്ലാതെ അസൂയയ്ക്കും വിദ്വേഷത്തിനും സ്ഥലം കൊടുക്കരുത്. ആരാണോ അലഞ്ഞു തിരിയുന്നത് അവർക്ക് വഴികാട്ടി കൊടുക്കണം. അതിനുള്ള യുക്തികൾ രചിക്കണം. സേവനം ചെയ്യണം. എല്ലാവർക്കും മംഗളം ചെയ്യണം. വരദാനം: തൻ്റെ മഹത്വവും കർത്തവ്യവും അറിയുന്ന സദാ കിടാവിളക്കായി ഭവിക്കട്ടെ. താങ്കൾ കുട്ടികൾ ലോകത്തിൻ്റെ വിളക്കാണ്. താങ്കളുടെ പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ഉണ്ടാകണം. ഇതിനാൽ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി തൻ്റെ മഹത്വവും കർത്തവ്യവും അറിഞ്ഞ് സദാ കെടാവിളക്കായി മാറൂ. താങ്കൾ സെക്കൻഡിൽ സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ചെയ്യാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യൂ. ഇപ്പോൾ കർമ്മയോഗി, ഉടൻ തന്നെ കർമാതീത സ്ഥിതി. ഏതുപോലെ നിങ്ങളുടെ രചനയായ ആമ സെക്കൻഡിൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ഉൾവലിക്കുന്നു, ഇതുപോലെ താങ്കൾ മാസ്റ്റർ രചയിതാവ് ഉൾവലിയാനുള്ള ശക്തിയുടെ ആധാരത്തിൽ സെക്കൻഡിൽ സർവസങ്കല്പങ്ങളെയും ഉൾവലിച്ച് ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യൂ. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ലോകത്തിൻ്റെ തന്നെ വിളക്കാണ്. അതും സദാ കെടാവിളക്കാണ്. ഇങ്ങനെ കെടാവിളക്കാകുന്നതിന് കഴിഞ്ഞതിനെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി തൻ്റെ മഹത്വം എന്താണ്, കർത്തവ്യം എന്താണ് എന്നത് സദാ സ്മൃതിയിൽ വയ്ക്കുന്നതിലൂടെ കെടാവിളക്കായി തീരുന്നു. സ്വന്തം പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം സാധ്യമാകുന്നു. ഒരു സെക്കൻഡിൽ ഇങ്ങനെ വിശ്വപരിവർത്തനം ചെയ്യുന്നതിന് ഇപ്പോൾ കർമ്മയോഗി, ഉടൻ തന്നെ കർമാതീത സ്ഥിതി, ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം. ഇതിനായി ഭാണ്ഡം മുറുക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഉൾവലിയാനുള്ള ശക്തി പ്രാക്ടീസ് ചെയ്ത് ഒരു സെക്കൻഡിൽ മറ്റുള്ള എല്ലാ സങ്കല്പങ്ങളെയും ഉൾവലിച്ച് ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യണം. സ്ലോഗൻ: ലവ്ലീൻ സ്ഥിതി അനുഭവിക്കുന്നതിന് സ്മൃതി വിസ്മൃതിയുടെ യുദ്ധം സമാപ്തമാക്കണം. ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നതിന് ഓർമ്മിക്കുന്നു ഉടൻ മറന്നു, ഓർമ്മിക്കുന്നു ഉടൻ മറന്നു ഈ പിടിവലി നിർത്തണം. പകരം ഓർമ്മയിൽ തന്നെ ഇരിക്കുന്നതിലൂടെയാണ് ലവ്ലീൻ സ്ഥിതി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഓം ശാന്തി.